ആദ്യം പറഞ്ഞു ഹിന്ദു പത്രം വളച്ചൊടിച്ചതാണെന്ന്. ഹിന്ദു പത്രം ആരുടെ പത്ര? പേര് ഹിന്ദു ആണെങ്കിലും ആന്റി ഹിന്ദു. CPM-ന്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന ഒരു പത്രമല്ലേ? ആ പത്രം നിങ്ങൾക്ക് വേണ്ടി വ്യാജ പ്രചരണം നടത്തുമോ? പിന്നെ പറഞ്ഞു, പിന്നെ വന്ന് PR ഏജൻസി. PR ഏജൻസിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആള് വാതിൽ ഒന്തി തുറന്ന് ആരും അറിയാതെ ഉള്ളിൽ കടന്നുവെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, PR ഏജൻസിയുടെ ആൾക്കാര് മുഖ്യമന്ത്രിയെ കേരള ഹൌസിൽ നിന്ന് റൂമുറിയിൽ നിന്ന് ആനയിച്ച് പത്രസമ്മേളനം ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് ഒരുമിച്ചാണ് പോയത് എന്നുള്ളതിന്റെ തെളിവുകളുണ്ട്. ആരാണ് ഈ PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയത്? എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ ഈ PR ഏജൻസിയിലൂടെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്? CPIM-ന് വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമില്ലേ? ഞങ്ങള് എത്രയോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങളെ മുഖ്യമന്ത്രിമാര് പാർട്ടിയുടെ നയങ്ങളും ആദർശങ്ങളുമാണ് ജനങ്ങളോട് പറയുന്നത്. നയങ്ങളും നിലപാടുകളുമാണ് പറയുന്നത്. അത് പാർട്ടി തീരുമാനിക്കുന്ന നയങ്ങളാണ്. നിങ്ങൾ പറയുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇത് പാർട്ടിയുടെ നയമാണോ ഗോവിന്ദ? മുഖ്യമന്ത്രി PR ഏജൻസിയെ ഉപയോഗപ്പെടുത്തി ഹിന്ദു പത്രത്തിലൂടെ നൽകാൻ ശ്രമിച്ച കാര്യം CPM-ന്റെ നയമാണോ ഇല്ലയോ? MP ഗോവിന്ദന് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ബാധ്യതയുണ്ട്. ആ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ഈ കാര്യത്തിൽ വിശദീകരണം നൽകാനുള്ള ധാർമ്മികമായ ബാധ്യതയുണ്ട്. പിണറായി വിജയൻ പറയാൻ ആഗ്രഹിച്ചത് എന്താണ്? ഏതുദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ് മാറ്റി പറഞ്ഞത്? ഈ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള ന്യായമായ അവകാശമില്ല, ധാർമ്മികമായ അവകാശമില്ല. അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല. രാജിവെച്ച് ജനവിധി തേടണം. ഇപ്പൊ രാജിവെച്ചാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ കൂടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കും. ധൈര്യമുണ്ടോ പിണറായി വിജയന്? തന്റെ നിലപാട് ജനങ്ങൾ അംഗീകരിക്കുന്ന നിലപാടാണെങ്കിൽ സർക്കാർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാവണം. മുഖ്യമന്ത്രിക്ക് അറിയാം ഇത് അവസാനത്തെ സർക്കാരാണെന്ന്. CPM-ന്റെ അവസാനത്തെ ഇടത് സർക്കാരാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. പുര കത്തുകയാണെന്നറിയാം. വാഴ വെട്ടാൻ ഇതാണ് നല്ലതെന്നറിയാം. നേരം വെളുക്കുവെന്നത് വരെ കക്കുകയാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും. മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും സിൽബന്ദികളും മരുമകനും എല്ലാം ചേർന്ന് കേരളത്തെ കൊള്ളയടിക്കുകയാണ്. കഴിഞ്ഞ 8 കൊല്ലവും കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കള്ളക്കടത്തുകാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അഴിമതിക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. എന്നിട്ട് ഇടതുപക്ഷം 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 എന്ന് പറയുന്നു. ഏതായി ഇടതുപക്ഷം? ഇടതുപക്ഷത്തിന്റെ വേറൊരു പാർട്ടിയുണ്ട്, ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി. ആ പാർട്ടി 2 തലയുള്ള ഒരു ജീവിയുണ്ട്. അതുപോലെയാണ് ആ പാർട്ടിയുടെ അവസ്ഥ. തല ഏതാണ് വാല ഏതാണെന്ന് മനസ്സിലാവില്ല. ഭക്ഷണം കഴിക്കുന്നതും വിസർജനം നടത്തുന്നതും ഒരു വഴിക്കുള്ള ഒരു ജീവിയുണ്ട്. അതുപോലെയാണ് CPI. ഇടതുപക്ഷ പരിഹാരം ഇടതുപക്ഷ പരിഹാരം എന്ന് രാമനാമം ജപിക്കുന്നത് പോലെ ബിനോയ് വിശ്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ബിനോയ് വിശ്വം, നിങ്ങളുടെ പാർട്ടിക്ക് ഇടതു മുന്നണിയിൽ എന്തെങ്കിലും ഒരു കടലാസിന്റെയെങ്കിലും വിലയുണ്ടോ? നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം മുഖ്യമന്ത്രി അംഗീകരിക്കുമോ? ഇന്ന് എല്ലാ പത്രങ്ങളും PR ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചാനലുകളും വാർത്ത കൊടുക്കുകയാണ്. K. രാജൻ ADGP-യുടെ രാജി ആവശ്യപ്പെട്ടു. വൈകാൻ പറ്റില്ല. മിസ്റ്റർ K. രാജൻ, ബിനോയ് വിശ്വം, നിങ്ങൾ പറയുന്നതൊന്നും ഒരു കാര്യം പോലും കേരളത്തിൽ കേൾക്കാൻ തയ്യാറുള്ള മുഖ്യമന്ത്രിയല്ല ശ്രീ പിണറായി വിജയൻ. അത്തരം ആളുകളെ തൊട്ടാൽ, നിങ്ങൾ പറയുന്ന ആളുകളെ തൊട്ടാൽ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയന് പിന്നെ 1 മിനിറ്റ് പോലും ഇരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അറിയുന്ന ഏകയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നിങ്ങൾക്ക് ശശിയെയും താഴെ ഇറക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അജിത്തിനെയും താഴെ ഇറക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഒരു കള്ളക്കടത്തുകാരെയും സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ താഴെ ഇറക്കാൻ കഴിയില്ല. ഈ സർക്കാർ ഇതുപോലെ വ്യാജ നിർമ്മിതി നടത്തുന്ന മറ്റൊരു സർക്കാരും നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. രാജ്യരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ വന്നിട്ടുണ്ട്.
മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു. എവിടെ അന്വേഷണം? മന്ത്രിമാരുടെ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുടെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിന്റെ ഫോൺ ചോർത്തുന്നു. MLA പറഞ്ഞിരിക്കുന്നു. MLAക്കെതിരെ ഫോൺ ചോർത്തി എന്നുള്ള കേസ് എടുത്തു എന്നാണ് പറയുന്നത്. ഒരു കേസ് ഇവിടെ നടക്കാൻ പോകുന്നില്ല. മന്ത്രിമാരുടെ ഫോൺ പോലും ചോർത്താൻ കഴിയുന്ന ഭരണഘടനാ ബാഹ്യമായ ശക്തികൾ, നിയമത്തിന് അതീതമായ ശക്തികൾ മന്ത്രിസഭ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുക. പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്ന ആള് പറഞ്ഞത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുത്താൽ ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നാണ്. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുത്താൽ ഒപ്പിട്ട് കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി ജനങ്ങൾ ഇപ്പൊ മനസ്സിലാക്കുകയാണ്. ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല. ഈ സർക്കാർ എത്രയും പെട്ടെന്ന് രാജിവെച്ചു പോകണം. ഇപ്പൊ നിയമസഭ തുടങ്ങി. 4-ാം തീയതി ഇന്ന് നിയമസഭ തുടങ്ങി. VD സതീശന്റെ പ്രതിപക്ഷത്തിന് കൊമ്പുണ്ടോ ഇല്ലയോ എന്ന് ഈ നിയമസഭാ സമ്മേളനത്തിൽ അറിയാം. VD സതീശനെ പോലെ ഇത്രയും കാപട്യക്കാരനായ ഒരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആ രമേശ് ചെന്നിത്തലയൊക്കെ ഇരിക്കുമ്പോ ഒന്നുമില്ല, അദ്ദേഹത്തിന് പറയുന്നതിനെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഈ VD സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ്. ഈ കേസുകളെല്ലാം ഒതുക്കി തീർക്കുകയാണ്. VD സതീശനെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ അഴിമതി ആരോപണം, പുനർജനി കേസ് ഇതുവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടില്ല. പുറത്ത് വലിയ വർത്തമാനം പറയുകയും ഉള്ളിൽ പിണറായി വിജയനുമായി ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. മന്ത്രിസഭയിലെ അപ്രഖ്യാപിത അംഗത്തെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും പിണറായി വിജയനെ ചൂട്ടുപിടിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത്. എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കുന്ന പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. അവർക്ക് ശരിയായ നിലപാടില്ല. മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ സമരം ചെയ്യുന്നത് ഞാൻ ഇന്ന് TV കണ്ടു. കുഞ്ഞാലിക്കുട്ടിക്ക് ആത്മാർത്ഥമായ ഒരു എതിർപ്പ് സാക്ഷാൽ പിണറായി വിജയനോടുണ്ടോ? കുഞ്ഞാലിക്കുട്ടിക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും പിണറായി വിജയനുമായി ആത്മാർത്ഥമായ ഒരു എതിർപ്പുണ്ടോ? അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തെ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ജനങ്ങൾ വിശ്വസിക്കുന്ന ഏക ബദൽ, ഈ സർക്കാരിനെതിരായിട്ടുള്ള ശരിയായ ബദൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രക്ഷോഭം ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകും.